ഇട്ടിട്ട് 6 മാസമേ ഉള്ളൂ. മാസം 67,500 രൂപ മാസം ഫിനാൻസ് ഉണ്ട്. 11 വണ്ടി ഓടിയിട്ട് കിട്ടുന്ന 5,000 രൂപയാ മൊത്തത്തിൽ ബാലൻസ് കിട്ടിയേക്കുന്നത്. കാരണക്കാരായിട്ടുള്ള ആളുകൾക്ക് വേണ്ടിയിട്ടാണ് ഇതൊക്കെ ചെയ്തതെന്നാണ്. ഞങ്ങളെപ്പോലുള്ള സാധാരണ ആയിരക്കണക്കിന് തൊഴിലാളികളാണ് പ്രൈവറ്റ് ബസ് മേഖലയിൽ വർക്ക് ചെയ്യുന്നത്. ഇപ്പം തന്നെ ഇത് വളരെ പ്രതിസന്ധിയിലാണ് മുമ്പ്. നമ്മുടെ വണ്ടിയുടെ അവസ്ഥ എല്ലാവർക്കും നമ്മുടെ ഒരു പുതിയയിലേക്ക് സ്വാഗതം കേട്ടോ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞാൽ പ്രിയദർശിനി പദ്ധതി ആ ഒരു സംഭവം വന്നത് ഒരുപാട് പേർക്ക് സന്തോഷവും അതിലേറെ നഷ്ടങ്ങളും വരാൻ പോകുന്നൊരു പരിപാടിയായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഈ പ്രിയദർശിനി പദ്ധതി വന്നപ്പോഴത്തേക്ക് ഒരുപാട് സ്ത്രീകൾക്ക് ശരിയാണ്, നല്ല കാര്യമാണ് നമ്മുടെ സർക്കാർ കൊണ്ടുവന്നത്. സ്ത്രീകൾക്ക് നല്ലൊരു ഒരുപാട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരുപാട് സ്ത്രീകൾക്ക് അത് പ്രയോജനപ്പെടും. കാര്യം നമുക്കിപ്പോൾ പുരുഷന്മാരെ പോലെ തന്നെ സ്ത്രീകളും ജോലിക്ക് പോകുന്നവരാണ്. ഒരു സ്ത്രീകൾ മാത്രമായിട്ടുള്ള വീടുകളുണ്ട്, അവിടെ സ്ത്രീകൾ മാത്രമായിട്ട് ജോലിക്ക് പോകുന്നുണ്ട്. അവർക്ക് സെയിൽസ് ഗേളായിട്ടും മറ്റുമൊക്കെ പോകുന്നവർക്കൊക്കെ ഇത് പ്രയോജനപ്പെടുന്ന ഒരു പദ്ധതി തന്നെയാണ്. അതൊരു മോശം കാര്യമൊന്നും ഒരിക്കലും പറയുന്നില്ല. നമ്മൾ സ്ത്രീകൾക്ക് ഏറ്റവും നല്ല ഒരുപാട് സഹായമാകുന്ന ഒരു കാര്യമാണ്. കാര്യം ഒരു സെയിൽസ് ഗേളായിട്ട് പോകുന്ന ഒരു ലേഡിക്ക് അവർക്ക് ജോലി ചെയ്യുന്നിടത്ത് അവർക്ക് ആ ശമ്പളത്തിൻ്റെ കൂടെ തന്നെ ആ ഒരു വണ്ടിക്കൂലിയും കൂടെ സേവ് ചെയ്യാൻ പറ്റുക നല്ലൊരു കാര്യം തന്നെയാണ്. പക്ഷേ ഈ ഒരു പദ്ധതി കൊണ്ടുവന്നതിൽ നല്ലൊരു പാളിച്ച പറ്റിയിട്ടുണ്ട്. പാളിച്ച പറ്റിയിരിക്കുന്നതെന്ന് പറയുന്നത് ഒന്നെങ്കിൽ ഇതിനൊരു ഏജ് വെക്കണമായിരുന്നു. ഏജും വെച്ച് കുട്ടികൾക്കും ഇത്ര ഏജിന് അല്ലെങ്കിൽ ഒരു 50 വയസ്സ് അല്ലെങ്കിൽ 60 വയസ്സ് മുകളിലോട്ടുള്ള സ്ത്രീകൾക്ക് അല്ലെങ്കിൽ പുരുഷന്മാർക്ക് അവരെയും കൂടെ കൂട്ടിക്കെട്ടതില്ല. പുരുഷന്മാർ, വയ്യാത്തവർ, അതുപോലെ തന്നെ നിവൃത്തിയില്ലാത്തത്, അസുഖങ്ങളായിട്ടുള്ളവർക്ക്, അങ്ങനെയൊക്കെ ഈ ചികിത്സയ്ക്കും കാര്യങ്ങൾക്കൊക്കെ നടക്കുന്നവർക്ക് വേണ്ടി അവർക്ക് വേണ്ടി പ്രയോജനപ്പെടുത്തണമായിരുന്നു ഈ ഒരു പദ്ധതി. ഈ ഒരു കാര്യം പറഞ്ഞപ്പോൾ മുതൽ എല്ലാവരും പറയുന്നൊരു കാര്യമാണ് ഇങ്ങനെയാണെങ്കിൽ നല്ലതാണെന്നുള്ളത്. പക്ഷേ അന്നേരം അതൊന്നും അതിനെതിരെ കുറേ ആൾക്കാർ കിടന്ന് മുദ്രാവാക്യം വിളിച്ചിട്ട് പ്രശ്നം ഉണ്ടാക്കുന്നത്. പക്ഷേ ഇതിൻ്റെ വേറൊരു സൈഡുണ്ട്. ഇതിൻ്റെ വേറെ സൈഡെന്ന് പറഞ്ഞാൽ പ്രൈവറ്റ് ബസ്സുകാരാണ് വേറെ സൈഡിലുള്ളത്. അവരനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും അതൊന്നും ആർക്കും മനസ്സിലാകത്തില്ല. പ്രൈവറ്റ് ബസ്സുകാരുടെ കുറ്റങ്ങളും കുറവുകളും മാത്രം എടുത്ത് പറയാനേ എല്ലാവരും ഉപയോഗിക്കാറുള്ളൂ. ശരിയാണ്, എല്ലാ മേഖലയിലും ഉണ്ട്, ഓരോരോ പ്രശ്നങ്ങളുണ്ട്, ഇല്ലെന്ന് പറയുന്നില്ല. പക്ഷേങ്കിൽ അതിൽ അനുഭവിക്കുന്നതും നല്ലതും ചീത്തയും ഉണ്ടല്ലോ എല്ലാ ഇതിലും. അതുപോലെ തന്നെയുള്ളൂ ഈ ഒരു മേഖലയിലും. പക്ഷേങ്കിൽ അവരുടെ കുറ്റങ്ങൾ മാത്രമാണ് എപ്പോഴും എടുത്ത് ഉയർത്തിപ്പിടിച്ചുകൊണ്ടിരിക്കുന്നത്. എല്ലാ പ്രാവശ്യവും ഡീസലിന് വില കൂട്ടുമ്പോൾ അവർ വിദ്യാർത്ഥികളുടെ ബസ് ചാർജ് ഒന്ന് കൂട്ടാൻ പറയുമ്പോഴത്തേക്ക് അത് ആരും കേൾക്കാറില്ല. ഇപ്പോഴും 1 രൂപയ്ക്കാണ് കുട്ടികൾ പോകുന്നത്. ഇപ്പോൾ 1 രൂപയ്ക്ക് നമ്മുടെ ഈ നാട്ടിൽ ഈ കേരളത്തിൽ എന്തെങ്കിലും നമുക്ക് മേടിക്കാൻ കിട്ടുമോ? എന്തെങ്കിലും മേടിക്കും. 1 രൂപയ്ക്ക് നമുക്കൊന്നും മേടിക്കാൻ കിട്ടത്തില്ല. നമ്മൾ ഏതൊരു കാര്യത്തിനാണെങ്കിലും പണ്ടൊക്കെ ടോയ്ലറ്റിൽ പോകുമ്പോഴും നമ്മൾ യൂറിൻ പാസ് ചെയ്യാൻ പോകുന്നതിനും ഒക്കെ ആയിട്ട് നമുക്ക് എത്രയാണ് 25-50 പൈസയ്ക്കല്ലേ മേടിച്ചിരുന്നത്. ഇപ്പോൾ എത്രയാണ് അവിടെയൊക്കെ ചാർജ് മേടിക്കുന്നത്? അതിനൊന്നും എല്ലാത്തിനും ഈ ചാർജ് വർദ്ധിപ്പിക്കുന്നതിന് കുഴപ്പമില്ല. പക്ഷേ ബസ്സിൽ മാത്രം ഒന്നിനും ചാർജ് വർദ്ധിപ്പിക്കാൻ പറ്റത്തില്ല. ഡീസലിന് അടിക്കടിക്കാണ് ചാർജ് കൂട്ടിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പം 105 രൂപയാണ് ഡീസലിൻ്റെ വില വന്നിരിക്കുന്നത്. ഈ ഒരു സമയത്ത് ഇവരെ അഡപടലം നശിപ്പിക്കുന്ന ഒരു അവസ്ഥയാണ് ഉണ്ടായിരിക്കുന്നത് മൊത്തത്തിൽ. കാര്യം ഈ കുറേ കഴിയുമ്പോൾ നമ്മൾക്ക് കേൾക്കാം പല ഓണേഴ്സും അവരുടെ ജീവിതം തന്നെ നശിച്ചു എന്നുള്ള രീതിക്ക് നമുക്ക് കേൾക്കാം. ഒരു സ്വയം ജീവിതം തീർത്തു എന്ന് നമുക്ക് കേൾക്കേണ്ടി വരും. അതുപോലുള്ള അവസ്ഥയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒരിക്കലും ഈ ജനങ്ങൾ തന്നെ നോക്കിയാൽ കുറേ മാറ്റങ്ങൾ വരും. ഈ ഒരു പദ്ധതി നടക്കട്ടെ, അതിൽ അവർക്ക് അർഹതപ്പെട്ടവർ പോട്ടെ. അതിൽ അല്ലാതെ സർക്കാർ ജോലിക്കാർ, ന്യായമായിട്ട് സാമ്പത്തികമുള്ളവർ, അങ്ങനെയുള്ളവരൊക്കെ പഴയ പോലെ തന്നെ അവരൊന്ന് യാത്ര ചെയ്ത് നോക്ക്. എല്ലാ പ്രസ്ഥാനവും ഒരുപോലെ കൂടി. ഇപ്പോൾ ഈ സർക്കാർ വിചാരിക്കുന്നത് ഇപ്പോൾ ഇങ്ങനെ ഒരു പദ്ധതി നടത്തിയാലും ഈ പ്രൈവറ്റ് ബസ് എന്ന് പറഞ്ഞാൽ അതിൽ നിന്ന് ടാക്സും കാര്യങ്ങളൊക്കെ കിട്ടും. അപ്പോൾ അതിലൂടെ അത് കോടികളാണ് അവർക്ക് കിട്ടുന്നത്, ഈ ബസ്സുകളുടെ എല്ലാം ടാക്സ് കിട്ടുന്നത്. അപ്പോൾ അതിൽ മെയിൻറ്റെയിൻ ചെയ്ത് പോകാം എന്നുള്ളതിലായിരിക്കാം ഒരുപക്ഷെ അവർ ഇങ്ങനെ ഒരു കാര്യങ്ങളും കൂടെ മുന്നോട്ട് കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നത്. പക്ഷേങ്കിൽ ഈ വണ്ടിയെല്ലാം കയറ്റിയിട്ട് കഴിഞ്ഞാൽ എവിടുന്ന് ടാക്സ് കിട്ടും? ഒരിക്കലും കിട്ടാൻ പോകുന്നില്ല. അവർ ജീപ്പം കൊടുത്ത് കയറ്റിയിട്ട് അത് തന്നെ ചെയ്യത്തുള്ളൂ. ഇപ്പോൾ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് നിങ്ങൾ തന്നെ ഈ പറയുന്നൊന്ന് കേട്ട് നോക്ക്. നിങ്ങൾ ഒരു ബസ്സിൻ്റെ മുതലാളി പറയുന്ന കാര്യമാണ്. അദ്ദേഹത്തിൻ്റെ ബസ് ഓടിയിട്ട് അദ്ദേഹത്തിന് ഒരു ദിവസം കിട്ടിയ അതിൽ നിന്ന് കിട്ടിയ ഒരു ലാഭത്തെ പറ്റി പറയുന്ന കാര്യമാണ്. നിങ്ങൾ കേട്ട് നോക്കുക, അന്നേരം നിങ്ങൾക്ക് മനസ്സിലാവും. പക്ഷേ പലർക്കും ഈ ബസ് പ്രൈവറ്റ് ബസ് എന്ന് പറയുമ്പോൾ അതിനെപ്പറ്റി ഒന്നും അറിയാത്ത കുറേ ആൾക്കാർ കിടന്ന് ബഹളം വെക്കാറുണ്ട്. ഇവരെന്തെങ്കിലും ഒരു കാര്യം പറയുമ്പോഴത്തേക്ക് അതിനെതിരെ കിടന്ന് ശക്തമായിട്ട് എതിർക്കാറുണ്ട്. അത് എന്താണെന്ന് ചോദിച്ചാൽ അവരിലേക്ക് ഇറങ്ങിച്ചെന്ന് ലാലേട്ടൻ്റെ വരവേൽപ്പ് എന്ന സിനിമ കണ്ടിട്ടുള്ളവർക്കൊക്കെ അറിയാം. അത് കറക്റ്റാണ് കാണിക്കുന്നത്. ഒരു ബസ് എടുക്കുന്ന ഒരുത്തിൻ്റെ ഒരു അവസ്ഥയാണ് കാണിക്കുന്നത്. ഏതെല്ലാം അവസ്ഥയിലൂടെയാണ് അവർ കടന്നു പോകുന്നതെന്നറിയാം. ഒരു സ്റ്റാഫ് ഒരു പ്രശ്നം ഉണ്ടാക്കിയാൽ മതി. ഒരു ബസ്സിന് ഓണർ അനുഭവിക്കുന്ന മാനസിക ബുദ്ധിമുട്ട് കുറച്ചൊന്നുമല്ല. ആ ബസ്സിൽ കയറുന്ന ആടുത്തൊരു പ്രശ്നം ഉണ്ടാക്കിയാൽ അതിൽ ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് ആ ബസ്സിൻ്റെ ഓണറെയാണ് ബാധിക്കുന്നത്. കാര്യം മിണ്ടി തീർന്നാൽ പറയാം അവർ പെർമിറ്റ് അങ്ങ് കളഞ്ഞേര് എന്നുള്ളൊരവസ്ഥയാണ് വരുന്നത്. അങ്ങനെ ഒരു അവസ്ഥയിലൂടെ ഇവർ എന്നിട്ടും ഇതിലേക്ക് ഭയങ്കര ധൈര്യത്തോടു കൂടിയാണ് ഈ ബസ് ഓണേഴ്സുമാർ ഇറങ്ങിത്തിരിക്കുന്നതെന്നേ പറയാൻ പറ്റത്തുള്ളൂ. ഇപ്പോൾ പല ബസ് ഓണേഴ്സുമാരും ആ വണ്ടിയെ തന്നെ അവർ സ്റ്റാഫായിട്ട് പോവുകയാണ് ചെയ്യുന്നത്. അവർ ജോലി ചെയ്യുന്നുണ്ട് മിക്കവരും. ഏത് ബസ്സിൽ കയറിയാലും നിങ്ങൾക്കറിയാം അതിൻ്റെ ഒരു ഓണർ അതിൽ ഏതെങ്കിലും ഒന്നെങ്കിൽ കണ്ടക്ടറായിട്ട് കാണും, ഇല്ലെങ്കിൽ ഡ്രൈവറായിട്ട് കാണും, ഇല്ലെങ്കിൽ ആ ഡോറിൻ്റെ എവിടെയെങ്കിലും കാണും. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ ബസ് സ്ഥിരമായിട്ട് പോകുന്നവർക്കറിയാം. എന്നാണെങ്കിലും നമുക്ക് ഈ ഒരു കാര്യം പറഞ്ഞൊന്ന് കേട്ട് നോക്കാം. ആ ഒരു ബസ്സിൻ്റെ ഓണർക്ക് ഇപ്പോൾ ഈ പ്രിയദർശിനി പദ്ധതി വന്നതിന് ശേഷം വന്നേക്കുന്ന ആ ഒരു മാറ്റം തന്നെ നമുക്കൊന്ന് കേട്ട് നോക്കാം. ലമി ബസ്സിൻ്റെ ഉടമസ്ഥനാണ് ഞാനിപ്പോൾ കണക്ക് മേടിക്കാൻ വേണ്ടി സ്റ്റാൻഡ് ചെയ്യുന്നത്. ഇന്നലെ എനിക്ക് കിട്ടിയ ബാലൻസ് 61 രൂപ. 61 രൂപയാണ് കിട്ടിയ. 35 ലക്ഷം രൂപ കൊടുത്ത് പുത്തൻ വണ്ടി മേടിച്ചിട്ടിട്ട് 6 മാസമേ ഉള്ളൂ. മാസം 67,500 രൂപ മാസം ഫിനാൻസ് ഉണ്ട്. ഇപ്പോൾ അതും അടയ്ക്കാൻ പറ്റാത്ത അവസ്ഥയിലാണ്. 11 വണ്ടി ഓടിയിട്ട് കിട്ടുന്ന 5,000 രൂപയാണ് മൊത്തത്തിൽ ബാലൻസ് കിട്ടിയേക്കുന്നത് തിങ്കളാഴ്ച ദിവസം.
അപ്പോൾ വലിയ ബുദ്ധിമുട്ടില്ല. അപ്പോൾ അതിനെന്തെങ്കിലും ഒരു മാർഗ്ഗം ഉണ്ടാകണം. ഞങ്ങൾക്ക് മൊത്തത്തിൽ 11 വണ്ടിയുണ്ട്. 11 വണ്ടി 11 വണ്ടിയുടെയും കൂടി ഒരു ദിവസത്തെ ബാലൻസ് ആണ് 5000 രൂപ. 5000 രൂപ 11 വണ്ടി ഓടി കിട്ടിയ ബാലൻസ് ആണ് 5000 രൂപ. തിങ്കളാഴ്ച ദിവസം കിട്ടിയ ഏറ്റവും കൂടുതൽ കിട്ടിയ തിങ്കളാഴ്ചയാണ്. ബാക്കിയൊക്കെ 200 200 സാറിനെ കാണിച്ചില്ല, 200 260 300 ആ റേഞ്ചിലാണ് ഇപ്പം ഉള്ളത്. അപ്പം ടാക്സ് അടയ്ക്കാനുള്ള പൈസ പോലും കിട്ടുന്നില്ല. ജോലിക്കാർ ഇപ്പം തന്നെ അവർ തന്നെ ഓട്ടോ എടുക്കാനും അങ്ങനെയുള്ള കാര്യത്തിന് ജോലിക്കാർ പോവുക. ഓടാൻ ജോലിക്കാരില്ല. അവർ പറഞ്ഞാൽ അവർക്ക് ഫിക്സഡ് ശമ്പളം വേണമെന്നാണ് ഇപ്പം പറയുന്നത്. അപ്പോൾ നമ്മൾ എങ്ങനെ എടുത്ത് കൊടുക്കാൻ പറ്റും? സിയും ടയറും ഇതെല്ലാം കൂടെ വെച്ച് നമുക്ക് വലിയ ബുദ്ധിമുട്ടായി. ഇപ്പം പണ്ട് കൊറോണയ്ക്ക് പോലും ഇത്രയും ബുദ്ധിമുട്ടുണ്ടായിട്ടില്ല. അപ്പോൾ അതിനെക്കാട്ടി വലിയൊരു ബുദ്ധിമുട്ടായി ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. 35 ലക്ഷം രൂപ കൊടുത്ത് പുത്തൻ വണ്ടി മേടിച്ചിട്ട് ഇട്ടേക്കുന്ന ഒരു ഓണർക്ക് കിട്ടിയ ബസ്സിൻ്റെ ലാഭമാണ് 61 രൂപ. ഈ 61 രൂപ കൊണ്ട് എന്നാ ചെയ്യാൻ പറ്റും? ഒരു വണ്ടി ഓടുന്നു, ആ വണ്ടിക്ക് ചിലപ്പോൾ വൈകിട്ട് ആ ഓട്ടം കഴിഞ്ഞ് വരുമ്പോൾ അതിന് അല്ലറ ചില പണികൾ എന്തെങ്കിലുമൊക്കെ കാണുമായിരിക്കും. ഈ ഡീസൽ എന്ന് പറഞ്ഞാൽ 5000-6000 രൂപ കുറയാതെ ഡീസൽ അടിക്കണം. ഈ ടാക്സ് അടയ്ക്കുന്ന പൈസ, അതുപോലെ തന്നെ ഇൻഷുറൻസ്, ഇങ്ങനെ എന്തെല്ലാം കാര്യങ്ങൾ. ഈ ഒരു ഇൻഷുറൻസ് എനിക്ക് 8 രൂപ 75 രൂപ അത്രയൊക്കെ കണ്ട് അടുപ്പിച്ചാൽ വരുന്നതെന്ന് തോന്നി. ഇൻഷുറൻസിൻ്റെ കാര്യങ്ങളൊക്കെ ഇത്രയൊക്കെ ഉണ്ടാക്കണം. ഈ ഒരു വണ്ടിയും തന്നെ വേണം ഇതെല്ലാം ഉണ്ടാക്കാനായിട്ട്. പിന്നെ വീട്ടിലെ കാര്യങ്ങൾ, ഇവരുടെ ജീവിതമാർഗ്ഗമായിരിക്കുമല്ലോ ഈ ഒരു പ്രസ്ഥാനം എന്ന് പറയുന്നത്. പിന്നെ അതിലുള്ള തൊഴിലാളികൾക്ക് കൊടുക്കുന്ന പൈസ, അതിൻ്റെ ഇടയ്ക്ക് എന്തെങ്കിലും ഒരു തട്ടലും മുട്ടലും വന്ന അതിൻ്റെ കാര്യങ്ങൾ, ഇതെല്ലാം ഈ ഒരു ഇതിലാണ് പോകുന്നത്. അപ്പം ഇത്രയും ഇതായിട്ട് നിൽക്കുന്നിടത്ത് ഒരു ബസ്സിൽ ഇപ്പം നമ്മൾ ഞങ്ങളുടെ പത്തനംതിട്ട സ്റ്റാൻഡാണ് കാണിച്ചിരിക്കുന്നത്. ആ സ്റ്റാൻഡ് നോക്കി ഹർത്താലിന് പോലും ഇത്രയും ശൂന്യത അവിടെ കണ്ടിട്ടുണ്ടായിരിക്കത്തില്ല. അതുപോലെ ശൂന്യമായിട്ടൊക്കെ ബസ്സുകൾ മാത്രം, ആൾക്കാർ കയറാൻ ഇല്ല. ഒരു ബസ്സിൽ ഇപ്പോൾ ഒരു ബസ് ഓടുന്നെന്ന് പറഞ്ഞു, അതിൽ ആൾ കയറിയാലും കയറിയില്ലെങ്കിലും ആ ബസ് പോകണമെന്നുള്ളതാണ്. എന്നാൽ ആളില്ല, ഈ ഒരു ട്രിപ്പ് പോകണ്ട എന്നോർത്ത് ആ വണ്ടി എവിടെയെങ്കിലും ഒതുക്കിയിടെങ്കിലും ആരെങ്കിലും ഒന്ന് വിളിച്ച് പറഞ്ഞാൽ മതി, ഇന്ന ട്രിപ്പ് പോകേണ്ട വണ്ടി തന്നെ അവിടെ ഒതുക്കിയിട്ടേക്കുന്നത്. പ്രത്യേകിച്ച് ഒരു കാരണമില്ല, നമ്മൾ മാറ്റിയിട്ടേക്കുമെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ അന്നേരം വന്ന് കിട്ടും 10000 രൂപ ഫൈൻ കിട്ടും. അന്നേരം കിട്ടുന്നത് 10000 രൂപ ഫൈനാണ്. കാര്യം അവർക്ക് ആ ഒരു ട്രിപ്പ് പോയിട്ട് ഒരു നിവൃത്തിയും ഉണ്ടാകത്തില്ലായിരിക്കും, ഒന്നും കിട്ടാനില്ലാത്തതുകൊണ്ടായിരിക്കും അവർക്ക് അത് വേണ്ടാന്ന് വെക്കുന്നത്. ആ ഒരു ട്രിപ്പ് പോകാം, അത്രയും ഡീസലെങ്കിലും കുറഞ്ഞിരിക്കുമല്ലോ എന്നോർത്തായിരിക്കും അവർ പോകാതിരിക്കുന്നത്. അപ്പോൾ അവർക്ക് കിട്ടുന്ന പരിപാടി എന്നു വെച്ചാൽ 10000 രൂപ കയ്യിലോട്ട് നല്ല വൃത്തിക്ക് എഴുതി കൊടുക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ അവർക്ക് എന്നാണ് ലാഭം? അപ്പോൾ പിന്നെ ഇവർ ചിന്തിക്കും ഈ 10000-ത്തിനൊക്കെ ഭേദം ഇങ്ങനെ ഓടിയേക്കാന്ന് വിചാരിക്കും. 4 ആൾക്കാരും കൂടി വെച്ചൊക്കെയായിരിക്കും ഓടുന്നത്. ആ ഓട്ടോ ഓടിപ്പോയി ആരും കയറില്ല. ഇതിന് മുന്നേ ഇത് നല്ലപോലെ ആൾക്കാർ കയറിക്കൊണ്ടിരുന്നതെന്ന് അവർ പറയുന്നുണ്ട്. ഈ പ്രിയദർശിനി പദ്ധതി വന്നിരിക്കും. നമുക്ക് വേറൊരു വീഡിയോ കണ്ടു നോക്കാം കേട്ടോ. ഈ പ്രിയദർശിനി പദ്ധതി വന്നതിന് ശേഷം ഒരു പ്രൈവറ്റ് ബസ് പോകുന്ന ഒരു അവസ്ഥ നിങ്ങൾ നോക്കണം. എല്ലാവരും പ്രൈവറ്റ് ബസ് കയറിയിട്ടുള്ളവരായിരിക്കും, എല്ലാവരും കയറിയിട്ടുള്ളവരാണ്. നമ്മുടെ വണ്ടിയുടെ അവസ്ഥ കാണിച്ച് കണ്ടല്ലോ, പ്രിയദർശിനി വണ്ടിയിൽ ഫ്രീ ആകുന്നപ്പോഴത്തേക്ക് എന്ത് കുത്തിത്തിരികെ ആൾക്കാർ പോകുന്നുണ്ട്. അതേസമയം പ്രൈവറ്റ് ബസ്സുള്ള ആൾ കണ്ടോ 6-7 പേരുണ്ട്. ആ 6-7 പേര് വെച്ച് അവർ ഓടുകയാണ് ചെയ്യുന്നത്. എത്രമാത്രം നഷ്ടങ്ങളാണ് അവർക്ക് വരുന്നതെന്നറിയോ? ഓരോ കാര്യങ്ങൾക്കും ഈ കുഞ്ഞുങ്ങളുടെ സ്കൂൾ പിള്ളേരുടെ ബസ് ചാർജ് കൂട്ടുന്നതിനെ പറ്റി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിന് ഒരു തരത്തിലും ആ സമയത്ത് ഭയങ്കര വിമർശനങ്ങളാണ് വന്നിട്ടുള്ളത്. നമ്മൾ തന്നെ എല്ലാവരും ഒരു പ്രശ്നങ്ങൾ വരുമ്പോൾ സ്വയം നമ്മൾ അവരുടെ ഒന്ന് ചിന്തിച്ച് നോക്കുകയാണെങ്കിൽ ഉണ്ടല്ലോ, കുറച്ചൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. കുറച്ചൊക്കെ അവർ 1 രൂപ കൊടുത്താണ് ഇപ്പോഴും കുട്ടികൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ കുറേ ദിവസങ്ങളായിക്കൊണ്ട് നമ്മൾ ഒരു ചായ കുടിക്കണമെന്ന് കയറി നോക്കി, കുറച്ച് ദിവസം കൊണ്ട് വന്ന മാറ്റങ്ങളാണ്. എന്തുകൊണ്ടാണ്? ഗ്യാസ് കിട്ടാനില്ല, ഗ്യാസിന് വില കൂടുന്നു, ഇതൊക്കെ കൊണ്ടാണ് കാണിച്ചേക്കുന്നത്. ഒരു ചായക്ക് 15 രൂപ വെച്ചാണ്, അതും മേടിച്ച് കുടിക്കാൻ ആൾക്കാരുണ്ട്. ഒരു ഉഴുന്നുവടയ്ക്ക് 15 രൂപയാണ്, അതും കഴിക്കാൻ ആൾക്കാരുണ്ട്. പക്ഷേ ബസ്സുകാർ 1 രൂപ ചോദിച്ചാൽ ഈ സ്കൂളിൽ പോകുന്ന കുഞ്ഞുങ്ങളെല്ലാം അവർ എത്ര രൂപ അവർ ചുമ്മാ ചിലവാക്കുന്നുണ്ട്, എത്ര രൂപ ചിലവാക്കുന്നുണ്ട്. അവർ ശരിക്കും പൈസ അവർ ഇഷ്ടങ്ങൾക്ക് ചിലവാക്കുന്നുണ്ട്. അവരൊരു ബേക്കറി കയറി അവർ സാധനങ്ങൾ മേടിച്ച് തിന്നാറുണ്ട്, അല്ലെങ്കിൽ ജ്യൂസ് കുടിക്കാറുണ്ട്, അവർക്ക് ഇഷ്ടപ്പെട്ട സാധനങ്ങൾ മേടിക്കാറുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷേ ബസ്സിൽ കയറുമ്പോൾ 1 രൂപയെ കൊടുക്കുകയുള്ളൂ. അതിൽ കൂടുതൽ കൊടുക്കാൻ അവർക്ക് പറ്റത്തില്ല. അതുകൊണ്ട് വലിയ കൊലപാതകം നടക്കുന്ന ഒരു സിറ്റുവേഷനാണ് പറയുന്നത്. ആ 1 രൂപ കൂടുതൽ ഒഴിവായി കൂടുതൽ കൊടുക്കണമെന്ന് പറയുമ്പോഴത്തേക്ക് ഈ ഒരു പ്രസ്ഥാനം കൊണ്ട് ഞങ്ങൾക്കും ബസ് സർവീസ് ഉണ്ടായിരുന്നതാണ്. അതുകൊണ്ടാണ് എനിക്ക് ഇത്രയും കാര്യങ്ങൾ പറയാൻ. ഞങ്ങൾക്ക് ബസ് സർവീസ് ഉണ്ടായിരുന്നത്. ഞങ്ങൾക്ക് 8 മണിക്കൊരു ബസ്സുണ്ട്. ആ ബസ്സിൽ പിള്ളേർ ബസ് എന്നായിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത്. ഫുള്ള് പിള്ളേരാണ്, കോളേജിൽ പഠിക്കുന്ന സ്കൂളിൽ പഠിക്കുന്ന പിള്ളേർ മാത്രമാണ് പോകുന്നത്. ആ 8 മണിക്ക് ഒരു കുഞ്ഞുങ്ങളെ പോലും മാറ്റി നിർത്തിയിട്ടില്ല. എല്ലാ കുഞ്ഞുങ്ങളെയും കൊണ്ടുപോയിട്ടുണ്ട്, എല്ലാവരും കയറ്റിക്കൊണ്ടേ പോയിട്ടുള്ളൂ. അപ്പം അതുപോലെ അങ്ങനെ ഓടുന്ന ഒരുപാട് ബസ്സുകാരുണ്ട്. അവർക്കത് പ്രത്യേകിച്ച് ഒരു ലാഭവും ഉണ്ടായിരിക്കത്തില്ല. ആ ഒരു ട്രിപ്പ് പോകുന്നതിന് കുറച്ച് ടിക്കറ്റ് കാണത്തുള്ളൂ, ഫുൾ ടിക്കറ്റ്. ആ സമയത്ത് അത് കഴിഞ്ഞുള്ളതിലായിരിക്കും അവരത് ബാലൻസ് ചെയ്ത് പോകുന്നത്. ഞങ്ങൾക്കും ബസ് സർവീസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ആദ്യം വെള്ളപ്പൊക്കം വന്ന് അതൊന്ന് ഞങ്ങളുടെ ഈ നാട്ടിലും ന്യായമായിട്ടൊക്കെ വെള്ളമൊക്കെ ഒന്ന് കയറി വണ്ടിയൊക്കെ ഇട്ട് അതെല്ലാം ഒന്ന് കഴിഞ്ഞ് വണ്ടിയൊക്കെ ഒന്ന് ഓടി തുടങ്ങി. എല്ലാം ഒന്ന് സെറ്റായി വന്നപ്പോഴത്തേക്കാണ് കൊറോണ വരുന്നത്. ആ സമയത്ത് വീണ്ടും വണ്ടി കയറ്റിയിട്ടു. അങ്ങനെ നഷ്ടങ്ങൾ വന്നു. അത് കഴിഞ്ഞ് വീണ്ടും വണ്ടി ഓടി തുടങ്ങിയപ്പോഴത്തേക്ക് ആൾക്കാർ കുറവ്. അങ്ങനെ ഒരുപാട് നഷ്ടം വന്ന് ആദ്യം കയ്യിൽ നിന്ന് കുറേ പൈസ എടുത്തു. വീണ്ടും അങ്ങനെ എടുത്തെടുത്ത് വണ്ടിയിൽ നിന്നൊന്നും ലാഭം കിട്ടാനില്ല, അങ്ങോട്ട് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. വൈകിട്ട് ഡീസൽ അടിക്കാനും സ്റ്റാഫുകൾക്ക് ശമ്പളമൊക്കെ നമ്മുടെ കയ്യിൽ നിന്ന് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഒരു സമയം കഴിയുമ്പോഴത്തേക്ക് നമ്മൾക്ക് നിൽക്കാത്ത ഒരു അവസ്ഥ വരും. നമ്മൾ ഇതുകൊണ്ട് ഇനി മുന്നോട്ട് പോയാൽ നമ്മൾക്ക് നമ്മുടെ കൺട്രോൾ ചെയ്ത് മുന്നോട്ട് പോവുകയല്ല എന്ന് തോന്നി കഴിയുമ്പോഴത്തേക്കാണ് ഈ ഒരു പ്രസ്ഥാനം വേണ്ട എന്നും പറഞ്ഞ് നമ്മൾ ആ ഒരു പരിപാടി നിർത്തിവെച്ചത്.
നമ്മളത് കൈ ഒഴിഞ്ഞ് അതിൽ നിന്ന് മാറാനായിട്ട് നോക്കിയത് ഒട്ടും സന്തോഷത്തോടു കൂടിയല്ല നമ്മളത്. കാര്യം നമ്മൾ അത്രയ്ക്ക് ആഗ്രഹിച്ചത് മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു കാര്യമാണ്. അത്രയ്ക്ക് ആഗ്രഹിച്ച് കൊണ്ടുപോയ ഒരു സാധനം പെട്ടെന്ന് നമ്മൾ വേണ്ട നിൽക്കുക, നമ്മൾ നല്ലപോലെ മനസ്സ് വിഷമിച്ച് തന്നെയാണ് വേണ്ടതൊക്കെ. കാര്യം നമ്മൾ നിവൃത്തികേട് കൊണ്ടാണ് നമ്മളത് വേണ്ടാന്ന് വെക്കുന്നത്. ഇപ്പോഴും അനിയൻ അതുകൊണ്ട് മുന്നോട്ട് പോകുന്നുണ്ട്. പക്ഷേ എന്നാലും അനുഭവിക്കുന്ന ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അതെല്ലാം ഓരോ സൈഡിൽ കൂടെയും അവിടുന്ന് ഇവിടുന്നൊക്കെ തിരിച്ചു മറിച്ചും ബാക്കി കാര്യങ്ങളൊക്കെ അഡ്ജസ്റ്റ് ചെയ്തും അങ്ങനെയൊക്കെ മുന്നോട്ട് ഒരു തരത്തിൽ അങ്ങോട്ട് പോകുന്നതേ ഉള്ളൂ. അതിൻ്റെ ഇടയ്ക്കാണ് ഇപ്പോൾ ഇങ്ങനത്തെ ഒരു സംഭവം കൂടെ വന്നിരിക്കുന്നത്. വെള്ളപ്പൊക്കം കഴിഞ്ഞ് കൊറോണ വന്നു, ഇതെല്ലാം കഴിഞ്ഞ് വീണ്ടും ബസ്സിൽ ആളില്ല, അങ്ങനെ വന്നു വെച്ചാൽ അത് ആ സമയമൊക്കെ ആയപ്പോഴത്തേക്ക് ഒരുപാട് സ്കൂട്ടറും കാര്യങ്ങളൊക്കെ എടുത്ത് ആൾക്കാർ വളരെ കുറവാണ് പിന്നെ കയറാൻ തുടങ്ങി. പിന്നെ അതൊന്ന് പച്ച പിടിച്ചൊന്ന് കയറി വരുന്നതേ ഉള്ളൂ. ആ കയറി വരുന്ന സമയത്താണ് ഇങ്ങനെയുള്ള കാര്യം. അതിൻ്റെ ഇടയ്ക്ക് ഡീസലിൻ്റെ ഇത് കൂട്ടുന്നു, ഡീസൽ വില കൂട്ടുന്നു, അങ്ങനെ ഓരോരോ കാര്യങ്ങൾ വരികയൊക്കെ ചെയ്യുന്ന സമയത്ത് ഒരുപാട് പ്രശ്നങ്ങളോട് പോകുന്ന സമയത്ത് ഇതുപോലെ ഭയങ്കര ഒരു തിരിച്ചടിയാണ് ഈ കിട്ടിയിരിക്കുന്നത്. ഭയങ്കര ഒരു തിരിച്ചടിയാണ്. കാര്യം ഇത് മുന്നോട്ട് ഇനി ഇത് എത്ര നാൾ ഇത് പോകുമെന്ന് പറയാൻ പറ്റത്തില്ല. കാര്യം മനുഷ്യൻ കടം മേടിക്കുന്നതിനും തിരിച്ചു മറിച്ച് നിൽക്കുന്നതിനൊക്കെ ഒരു പരിധിയുണ്ട്. ഈ ഒരു പ്രസ്ഥാനം മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ അതുപോലെ നോക്കി കണ്ടു പോയെങ്കിൽ മാത്രമേ ഉള്ളൂ നമുക്കിത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റത്തുള്ളൂ. എവിടെയെങ്കിലും നമുക്കൊരു ചെറിയൊരിത് പറ്റിപ്പോയെങ്കിൽ അവിടുന്ന് നമ്മൾ പിന്നെ ഭയങ്കരമായിട്ട് കിടന്ന് തകിടം പറഞ്ഞാലേ അത് മുന്നോട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാര്യം വെച്ചാൽ ഒന്നെങ്കിൽ ഡീസലിന് വില കുറയ്ക്കുക. ഇപ്പോൾ ടാക്സ് കുറയ്ക്കാമെന്ന് പറഞ്ഞാലും എത്ര കുറയ്ക്കും, വളരെ കുറച്ചെങ്ങനെ കുറയ്ക്കും, എന്നാലും നമ്മളത് കൊടുത്തേ പറ്റുള്ളൂ. ഇല്ല, ഇൻഷുറൻസ് എടുക്കണം, വണ്ടിയുടെ പണികൾ, ഈ ഡീസലിൻ്റെ വില കൂടുന്നത്, അതിൽ ഇപ്പോൾ ഈ ആൺകുട്ടികൾ മാത്രമായിരിക്കും പ്രൈവറ്റ് ബസ്സിൽ കയറുന്നത്. അവർ ഈ 1 രൂപയ്ക്കാണ് കയറി പോകുന്നത്. അതും വലിയത് കിട്ടാനൊന്നും ഇല്ല അതിൽ നിന്ന്. പിന്നെ ഫുൾ ടിക്കറ്റ് എല്ലാം ഫ്രീ ആണെന്ന് പറഞ്ഞാൽ അതിലും പോയിക്കൊണ്ടിരിക്കുന്നു. പിന്നെ എങ്ങനെയാണ് ഇവരിത് മാനേജ് ചെയ്ത് മുന്നോട്ട് പോകുന്നത്? ഒരിക്കലും പറ്റത്തില്ല. ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഈ ബസ് എന്ന് പറഞ്ഞ പ്രസ്ഥാനം നിന്ന് പോവുകയാണ്. പക്ഷേ നിന്ന് പോയാൽ വരുന്നൊരു പ്രശ്നം എന്നായിരിക്കും അറിയാമോ? ഇവരിത് നിന്നോ നേരത്തെ കൊറോണയ്ക്ക് മുമ്പേ 15,000-ഓളം ബസ് ഓടിക്കൊണ്ടിരുന്നതാണ്. ഈ കൊറോണയ്ക്കൊക്കെ ശേഷം പല വണ്ടിയും കട്ടപ്പുറത്തായതിനു ശേഷം 7,000 വണ്ടിയെ ഓടുന്നുള്ളൂ. അതിലും മിക്ക വണ്ടിയും ഈ ഓരോരോ കാരണങ്ങൾ കൊണ്ട് മാറ്റിയിടേണ്ടി വരാറുണ്ട്. ചില ട്രിപ്പ് എന്നൊക്കെ പറഞ്ഞാൽ ആൾ കാണത്തേയില്ല, ചുമ്മാ ഓടുമായിരിക്കും, വെറുതെ പോയിട്ട് ഇങ്ങനെ തിരിച്ച് വരുന്നതായിരിക്കും. അങ്ങനെ ഓടുന്ന ട്രിപ്പുകളൊക്കെ ഉണ്ട്. അതുപോലെ നഷ്ടത്തിലാണെങ്കിലും ഇതൊക്കെ മുന്നോട്ട് കൊണ്ടുവന്നെന്ന് പറഞ്ഞാൽ ചിലരൊക്കെ ഈ ബസ്സിനെ ഭയങ്കരമായിട്ട് സ്നേഹിക്കുന്നവരുണ്ട്. അവർ ഇതിൻ്റെ അങ്ങേ അറ്റം വരെ അവരങ്ങ് പോകും. എന്നിട്ടായിരിക്കും ഇനി നമ്മൾ ഇപ്പോൾ കേൾക്കാൻ പോകുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ ട്രാൻസ്പോർട്ട് ബസ് ഇതുപോലെ കിടന്ന് എല്ലാം കൂടെ വലിഞ്ഞ് കയറി അതിനകത്ത് കയറി പോയി ഈ പ്രൈവറ്റ് ബസ് ഇങ്ങനെ പോകും. ഈ പ്രൈവറ്റ് ബസ് കുറേശ്ശെ ആൾക്കാരങ്ങ് മാറ്റിക്കൊണ്ടിരിക്കും. ഇതിൻ്റെ ടാക്സും കാര്യങ്ങളും ഒന്നും സർക്കാരിന് കിട്ടാതാകും. കാര്യം ഇത് ജീപ്പം കൊടുത്ത് കയറ്റിയിട്ട് കഴിഞ്ഞാൽ ടാക്സ് അടയ്ക്കേണ്ട. അങ്ങനെ കയറ്റിയിട്ട് കഴിയുമ്പോഴത്തേക്ക് അവിടെ കിടക്കട്ടെ എന്ന് അവർ വിചാരിക്കും. കാര്യം കൈ പൈസ ഇതിൻ്റെ പുറകെ നടക്കേണ്ട കാര്യമില്ലല്ലോ എന്ന് വിചാരിക്കും. അങ്ങനെ കയറ്റിയിട്ട് കഴിയുമ്പോൾ സർക്കാരിലേക്ക് ഉള്ള വരുമാനം കുറഞ്ഞു വരും. കുറച്ച് നാൾ കഴിയുമ്പോഴത്തേക്ക് ഈ ട്രാൻസ്പോർട്ടിൻ്റെ ഈ പരിപാടി അങ്ങ് സ്റ്റോപ്പായി പോകും. കാര്യം സ്റ്റോപ്പ് ആകും. ആയി അവർ മനഃപൂർവ്വം കാണിക്കുന്നതല്ല, അതങ്ങനെ ആയി പോവുക തന്നെ ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് ഈ പ്രൈവറ്റ് ബസ്സും കാണുകയില്ല, ഈ ട്രാൻസ്പോർട്ടും കാണുകയില്ല. ഈ ജനങ്ങൾ തന്നെ കിടന്ന് വലയത്തുള്ളൂ. ഈ ജോലിക്ക് പോകുന്ന ആൾക്കാർക്ക് കൃത്യസമയത്ത് ജോലിക്ക് പോകാൻ പറ്റാതെ വരും. അവർക്ക് ഇപ്പോൾ ട്രാൻസ്പോർട്ട് ബസ് എന്ന് പറഞ്ഞാൽ ഒരു ട്രിപ്പ് പോയി അടുത്ത ട്രിപ്പ് അവർക്ക് വേണേ അവർ ഓടത്തേ ഉള്ളൂ. അവരത് ഓടിയില്ലല്ലോ, അവരെ ചോദിക്കാനും പറയാനും ആരുമില്ല. അല്ലെങ്കിൽ ഇന്ന് തന്നെ ഈ ബസ് പോകാതിരുന്നേ, ഈ ബസ് വന്നില്ലല്ലോ എന്നൊന്നും അങ്ങനെ ചോദിച്ചാൽ ആരും ഒന്നും പറയാനില്ല. ഒരു പ്രൈവറ്റ് ബസ് ഓടിയില്ലെങ്കിൽ അത് ചോദിക്കാൻ 100 പേര് കാണും. ആ ബസ് തന്നെ ഓടാത്തെ അതിന് ഫൈൻ അടിക്കാനും ആൾക്കാർ കാണും. അങ്ങനെ ഒരു സിറ്റുവേഷൻ ആയിരിക്കും പോകുന്നത്. സർക്കാരിലേക്ക് ഈ ബസ് ഉടമകളിൽ നിന്ന് ഈ ഒരു ടാക്സ് വഴി കോടികളാണ് അവർക്ക് കിട്ടാൻ പോകുന്നത്. ആ കോടികളാണ് ഇവർക്ക് നഷ്ടമാകാൻ പോകുന്നത്. സർക്കാർ ഇങ്ങനെയുള്ള കാര്യം ഇനിയാണേലും ഇതിനൊരു തീരുമാനം എടുത്താൽ മതി. കാര്യം ഈ ഇത്ര ഏജിന് ഉള്ളിലോട്ടുള്ള ആൾക്കാരും അല്ലെങ്കിൽ മറ്റ് എന്തെങ്കിലും പ്രശ്നങ്ങളുള്ള അല്ലെങ്കിൽ അതുപോലെ സാമ്പത്തിക ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ആൾക്കാരും ഈ ബസ്സിൽ ഫ്രീ ആയിട്ട് പൊക്കോട്ടെ. അങ്ങനെ പോകാതെ നിർത്തലാക്കാനൊന്നും പറയുന്നൊന്നുമില്ല. അത് നല്ല കാര്യം തന്നെയാണ്. സാധാരണക്കാർക്ക് അത് പ്രയോജനപ്പെടട്ടെ, ഉള്ളവൻ അല്ലാതെ പോട്ടെ. അങ്ങനെ ഇത് വെക്കുമ്പോഴത്തേക്ക് താനെയല്ല അതിൽ നിന്ന് ഇങ്ങനെ ഇറങ്ങി ഇതിലോട്ട് തന്നെ തിരിച്ചു വന്ന് കയറിക്കോളും. പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിൻ്റെ അവസ്ഥ എന്ന് പറഞ്ഞാൽ അവിടെ നടക്കുന്ന കച്ചവടക്കാർക്ക് പോലും അവരെ വരെ ബാധിച്ചിട്ടുണ്ട് ഈ ഒരു പരിപാടി വന്നതോടുകൂടി. പ്രൈവറ്റ് ബസ് ആൾ കയറാൻ ചെന്നിട്ടല്ലേ അവിടെയുള്ള കച്ചവടക്കാർക്ക് ഇതുണ്ടാകത്തുള്ളൂ, കച്ചവടം നടക്കുള്ളൂ. അങ്ങനെയുണ്ട്. അങ്ങനെ എല്ലാ മേഖലയിലും ഒന്നിച്ചിത് ബാധിച്ചേക്കുവാണ്. ഒന്നെങ്കിൽ ഇതിന് ഡീസലിന് ശരിക്കും ഡീസലിന് വില കുറഞ്ഞിട്ടും കാര്യമില്ല. ആൾ കയറാനില്ലെങ്കിൽ ഡീസലിന് വില കുറഞ്ഞിട്ടും കാര്യമില്ലല്ലോ. ഇതിൽ ഈ ഒരു പദ്ധതിക്ക് ഇങ്ങനൊരു മാറ്റം വരുന്നതായിരിക്കുന്നില്ല. അത് എല്ലാ പാർട്ടിക്കാരും അതിന് സപ്പോർട്ട് ചെയ്യുകയാണ് ചെയ്യേണ്ടത്. അല്ലാതെ ഇങ്ങനൊരു കാര്യം അവർ ഇലക്ഷന് മുമ്പേ ഒരിക്കലും ഈ ബസ് ഫ്രീ കൊടുക്കുമെന്ന് പറഞ്ഞുകൊണ്ടല്ല ഒരിക്കലും ഈ ഒരു പാർട്ടി ജയിച്ചു പോയേക്കുന്നത്. അത് ബോധമുള്ളവർക്ക് ചിന്തിക്കാവുന്നതേ ഉള്ളൂ. കാര്യം എല്ലാവരും പറഞ്ഞു അന്ന് ആ സമരം ചെയ്തപ്പോഴത്തേക്ക് ഇനി അടുത്ത ബസ് ഓടണം എന്ന് പറഞ്ഞിരുന്ന കുറേ സ്ത്രീകൾ വന്നായിരുന്നു. അവർ പറഞ്ഞു വോട്ട് ചെയ്തവരെ ചതിക്കുവാണ് ചെയ്തതെന്ന്. ഒരിക്കലും അവർ ഈ ഫ്രീ തരും എന്ന് കരുതിക്കൊണ്ടല്ല ആരും വോട്ട് ചെയ്തേക്കുന്നത്. അതിൻ്റെ പേരും പറഞ്ഞ് ആരും കൊടി പിടിക്കാൻ ഇറങ്ങാതിരിക്കുക. കാര്യം അതിനപ്പുറത്ത് വശത്ത് ഒരു പ്രൈവറ്റ് ബസ്സിൻ്റെ കുറേ ആൾക്കാർ അവർ ഇതുകൊണ്ട് മാത്രം ജീവിക്കുന്ന കുറേ ആൾക്കാരുണ്ട്. അവരെ ഒന്ന് മനസ്സിലാക്കുക. ജനങ്ങൾക്ക് വേണ്ടിയാണ് പാർട്ടി വേണ്ടത്, അല്ലാതെ ജനങ്ങളെ നശിപ്പിക്കാനല്ല പാർട്ടി വേണ്ടത്. ഈ ഒരു പരിപാടി വന്നു, ഇങ്ങനൊരു കാര്യം വന്നു, എന്താണെങ്കിലും ഈ സമരത്തിന് ഇറങ്ങുന്നുണ്ടല്ലോ അവരുടെ കൂട്ടത്തിലുള്ള കേന്ദ്രമന്ത്രി നമ്മുടെ സുരേഷ് ഗോപി സാർ പറയാൻ നമുക്കൊന്ന് കേട്ടു നോക്കാം. ചില സമയത്ത് അദ്ദേഹത്തിനൊക്കെ ബഹുമാനം തോന്നി ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോഴാണ് കേട്ടോ. കാര്യം ഒരിക്കലും രാഷ്ട്രീയം നോക്കാതെ അദ്ദേഹം സംസാരിക്കാറുണ്ട്. ജനങ്ങൾക്ക് വേണ്ടി സംസാരിക്കുന്നതായിട്ട് നമുക്ക് തോന്നാറുണ്ട്, രാഷ്ട്രീയം നോക്കാതെ. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു പദ്ധതിയാണ്. നമുക്കിത് രാജ്യത്ത് പല സംസ്ഥാനങ്ങളിലും ഇത് നടപ്പിലാക്കിയിട്ടുണ്ട്. ഇന്നത്തെ കാലത്ത് സ്ത്രീകളുടെ എണ്ണം സമൂഹത്തിലേക്ക് അവർക്കൊരു ലിബറേഷൻ ഉണ്ടായിട്ടുണ്ട്. കൂടുതൽ പെണ്ണുങ്ങൾ അല്ലെങ്കിൽ ആണുങ്ങളെക്കാൾ കൂടുതൽ പെണ്ണുങ്ങൾ ജോലിക്ക് പോകുന്നു, വീട്ടാവശ്യങ്ങൾക്ക് വേണ്ടി പുറത്തേക്ക് വരുന്നു. ഇത്രയും പണ്ടില്ലായിരുന്നു. ആ പശ്ചാത്തലത്തിൽ സ്ത്രീകൾക്ക് വേണ്ടി ഇങ്ങനെ ഒരു സംവിധാനം ഒരുക്കിയത്
അത് കഴിവതും നിർധനരായ, ഇന്ന് പറഞ്ഞു, ഒരു യാത്രയ്ക്ക് വേണ്ടി കാശില്ലാത്തത് കൊണ്ട് എങ്ങോട്ടും പോകണ്ട അല്ലെങ്കിൽ നടന്നു പോകാം എന്ന് വിചാരിക്കുന്ന ഒരു വലിയ സ്ത്രീ സമൂഹമുണ്ട്. ഞാൻ ഒരു സ്ത്രീ, എനിക്ക് സമ്പാദ്യമുണ്ട്, ഞാൻ മറ്റൊരു നിർധനയായ അല്ലെങ്കിൽ ഇതിന് വക്കില്ലാത്ത ഒരു സ്ത്രീയുടെ അവകാശം ഞാൻ പിടിച്ചു പറിക്കില്ല എന്ന് കേരളത്തിലെ ഒരു ബഹുഭൂരിപക്ഷം വരുന്ന സ്ത്രീ യാത്രക്കാർ തീരുമാനിച്ചാൽ ഇത് വളരെ ബെനവലൻസ് തുളുമ്പുന്ന ഒരു പദ്ധതിയായി കൂടി മാറും. എനിക്ക് തോന്നുന്നു അതാണ് ശ്രീ CP ജോണിനും പിന്നെ അവരുടെ ആ ക്യാബിനറ്റിലുള്ള എല്ലാ മന്ത്രിമാർക്കും, ബഹുമാനീയനായ മുഖ്യമന്ത്രി അടക്കമുള്ളവർക്ക് നൽകാൻ പറ്റുന്ന തിരിച്ചുള്ള ഒരു ട്രിബ്യൂട്ട് അതായിരിക്കും. ആ ചിന്താഗതി വളരണം. അപ്പോൾ എല്ലാം കൊണ്ടും ഈ പദ്ധതിക്ക് വൻ വിജയമാശംസ. ഇദ്ദേഹം പറയുന്ന ഈ ഒരു കാര്യത്തോട് പല കാര്യത്തിലും എനിക്ക് വിയോജിപ്പ് ഉണ്ടായിട്ടുണ്ട്. ഇദ്ദേഹം പറയുന്ന ചില കാര്യങ്ങളൊന്നും നമുക്ക് യോജിക്കാൻ പറ്റുന്നുണ്ട്. പക്ഷേ ഇതായിരിക്കണം ഒരു രാഷ്ട്രീയക്കാരെന്നാണ് ഞാൻ പറയുന്നത്. ഇതായിരിക്കണം ഒരു രാഷ്ട്രീയക്കാരൻ. ഇത് ജനങ്ങൾക്ക് വേണ്ടിയാണ് ഇതൊക്കെ സംസാരിക്കുന്നത്, ജനങ്ങളുടെ നന്മയ്ക്ക് വേണ്ടിയാണ് സംസാരിക്കുന്നത്. ഇനിയിപ്പോൾ നമ്മൾക്ക് ഈ ഒരു ഇത് വന്നേക്കുന്നത് തന്നെ ഇതിനൊരു മാറ്റം വരുത്താൻ തീരുമാനം ഉണ്ടാകുകയാണ്, ഇത്രയും ആൾക്കാർ വെച്ച് പോകട്ടെ എന്ന് കരുതി കഴിയുമ്പോഴത്തേക്ക് അതിന് കൊടിയും പിടിച്ച് ഇറങ്ങുമല്ല ചെയ്യേണ്ടത്. വേറൊരു പ്രസ്ഥാനത്തെ കൂടെ ഉയർത്തിക്കൊണ്ട് വരാനുള്ള കാര്യത്തിന് വേണ്ടിയാണ് ഇങ്ങനൊരു കാര്യം ചെയ്യുന്നതെന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഈ നാട് മെച്ചപ്പെട്ട് വരിക തന്നെ ചെയ്യും. ഒരുപാട് ആൾക്കാർക്ക് ജോലിയാണ് അതിൽ കിട്ടുന്നത്. എത്ര തൊഴിലാളികളുടെ ജീവിതമാർഗ്ഗമാണ് നഷ്ടമാകുന്നതെന്ന് അറിയാം. ഒരു ബസ് നിർത്തലാക്കി കഴിയുമ്പോഴത്തേക്ക് എങ്ങനെ വന്നാലും അതായത് 2 സ്റ്റാഫിൻ്റെ എങ്കിലും ഒരു വരുമാന മാർഗ്ഗം ഇല്ലാതായി പോവുകയാണ്. അവരുടെ കുടുംബം പട്ടിണിയാകാൻ പോവുകയാണ് ചെയ്യുന്നത്. അങ്ങനെ വരുന്ന അവസ്ഥയിൽ ആ ഒരു അങ്ങനെയുള്ള ആൾക്കാരെ കൈപിടിച്ച് നിർത്താനാണ് പൊതുജനങ്ങളും കൂടെ ശ്രമിക്കേണ്ടത്. അല്ലാതെ എന്നതെങ്കിലും ഒരു വാക്കെടുത്ത് പറയുമ്പോൾ അല്ലെങ്കിൽ ഇനിയിപ്പോൾ ഇങ്ങനൊരു സംഭവം നടക്കുന്നു, അതിനെതിരെ പ്രൈവറ്റ് ബസ്സിനൊരു നഷ്ടം വരുന്നു, ആ നഷ്ടം വരുന്നത് കൊണ്ട് സർക്കാർ ഇങ്ങനൊന്ന് മാറ്റി ചിന്തിക്കാൻ തയ്യാറാകുമ്പോഴത്തേക്ക് അതിനെ സപ്പോർട്ട് ചെയ്യുകയാണ് ചെയ്യേണ്ടത്. അല്ലാതെ അതിനെതിരെ കൊടിയും പിടിച്ചുകൊണ്ട് നടന്ന് അടുത്ത ബസ് ഇറക്കുക എന്ന് പറയും. ഈ ഓരോ ബസ് ഇറങ്ങുമ്പോഴും ഇപ്പുറത്ത് ഓരോ ബസ്സിനും നഷ്ടം ഉണ്ടായിക്കൊണ്ടിരിക്കുകയെന്ന് വിചാരിക്കുന്നില്ല. ഓരോ സ്ഥലത്തും ഇത് മെയിൻറ്റെയിൻ ചെയ്ത് പോകാൻ പറ്റും എന്ന് സർക്കാർ പറയുന്നുണ്ട്. പക്ഷേ അതിൽ ആളുകൾ കയറിയല്ലേ ഇത് മെയിൻറ്റെയിൻ ചെയ്ത് പോകാൻ പറ്റുള്ളൂ. ഈ ആളുകൾ കയറാത്തടുത്ത് ഇവർ എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്ത് പോകും? ഒട്ടും നടക്കത്തില്ല. ഒരു മെയിൻറ്റെയിൻ ചെയ്ത് ഒന്നും കൊണ്ടുപോകാൻ പറ്റത്തില്ല. കാരണക്കാരായിട്ടുള്ള ആളുകൾക്ക് വേണ്ടിയിട്ടാണ് ഇതൊക്കെ ചെയ്തതെന്നാണ്. ഞങ്ങളെപ്പോലുള്ള സാധാരണ ആയിരക്കണക്കിന് തൊഴിലാളികളാണ് പ്രൈവറ്റ് ബസ് മേഖലയിൽ വർക്ക് ചെയ്യുന്നത്. ഇപ്പം തന്നെ ഇത് വളരെ പ്രതിസന്ധിയിലാണ് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഡീസലിൻ്റെ വിലയായാലും യാത്രക്കാരുടെ വിലപ്പറ്റി ഇലക്ട്രോണിക് വണ്ടികൾ ഇറങ്ങി, 2 വീലറൊക്കെ അങ്ങനെ ഇതൊക്കെ വളരെ പ്രതിസന്ധിയായിട്ട് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ പിന്നെ വൃദ്ധജനങ്ങൾക്കോ വയോജനങ്ങൾക്കോ അല്ലെങ്കിൽ സുഖമില്ലാത്ത ആളുകൾക്കോ ഫ്രീ ആയിട്ട് യാത്ര അനുവദിക്കാതെ ഞങ്ങളെപ്പോലുള്ള തൊഴിലാളികൾ വഴി ഞങ്ങൾ എത്രയോ കുടുംബങ്ങളാണ് പട്ടിണിയാവുന്നത്. ഇതിപ്പം ഈ ഇൻഷുറും ടാക്സും ഇതെല്ലാം ഇത് വലിയ ലാഭത്തിലൊന്നും അല്ല ഇപ്പം തന്നെ ഓടുന്നത്. ഡീസലിന്റെ വില അപ്പൊ ഇത് ഡീസൽ മേടിച്ച് ശമ്പളം കഴിയുമ്പോൾ ബാലൻസ് ഒന്നുമില്ല. നഷ്ടം സഹിച്ച് പിന്നെ മുതലാളിമാർ ഇത് സർവീസുകൾ നടത്തത്തില്ല. അതായത് സ്വകാര്യ മേഖലയിലുള്ള മറ്റ് സ്ഥാപനങ്ങളായാലും. അപ്പം സ്വാഭാവികമായിട്ട് ഇത് കയറ്റിയിടേണ്ടി വരുമ്പോൾ ഞങ്ങളെപ്പോലെ ആയിരക്കണക്കിന് തൊഴിലാളികളും ഞങ്ങളുടെ കുടുംബവും വഴിയാധാരമാവും. അത് തന്നെ വരാൻ പോകുന്നത്. പിന്നെ കുറച്ച് നാൾ കഴിയുമ്പോൾ നഷ്ടമാകുന്നുണ്ട്. KSRTC ജീവനക്കാർക്ക് ശമ്പളം കൊടുക്കാനില്ലാതെ ഡീസൽ അടിക്കാതെയും പൈസ ഇല്ലാതെ പണ്ടത്തെ പോലെ KSRTC കുറേയൊക്കെ നിർത്തലാക്കും. പിന്നെ യാത്രാക്ലേശം ഉണ്ടാവും, ജനങ്ങൾക്കെല്ലാം ബുദ്ധിമുട്ടുണ്ടാവും. അതൊക്കെ തന്നെ നടക്കാൻ പോകുന്നത്. ഇത് വളരെ പ്രതിസന്ധിയായിട്ട് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുക. ഇതിന് അടിയന്തരമായിട്ട് പരിഹാരം കാണാൻ അല്ലെങ്കിൽ ഇത്രയും തൊഴിലാളികൾ വഴിയാതെ കറക്റ്റാണ്. എത്രയും പെട്ടെന്ന് ഇതിനൊരു തീരുമാനം ഉണ്ടാക്കുകയാണ് വെച്ചാൽ ഇത്രയും തൊഴിലാളികൾ അവർ സാധാരണക്കാരാണ്. സാധാരണക്കാർക്ക് വേണ്ടിയാണ് ഇങ്ങനൊരു പദ്ധതി തുടങ്ങിയിരിക്കുന്നതെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ സാധാരണക്കാർ ജോലി ചെയ്യുന്നൊരു മേഖലയാണ് ഈ പ്രൈവറ്റ് ബസ് എന്ന് പറയുന്നത്. ആ ഒരു മേഖലയിൽ സാധാരണക്കാരാണ് ജോലി ചെയ്യുന്നത്. അവരെയും കൂടെ പരിഗണിക്കുക, അവരുടെ മാനസികാവസ്ഥയും കൂടെ മനസ്സിലാക്കുക. അവർക്ക് മുന്നോട്ട് അവർ ഓരോ ദിവസം കഴിയുന്തോറും ഈ ബസ്സിൽ ആൾ കുറഞ്ഞ് ഇതിങ്ങനെ പോകുന്നതും ഓരോ ദിവസം അവർ അനുഭവിക്കുന്ന മാനസിക സമ്മർദ്ദങ്ങളുണ്ട്. കാര്യം എന്താണെന്ന് വെച്ചാൽ നാളെ എനിക്ക് ഈ ജോലി ഉണ്ടോ, അല്ലെങ്കിൽ നാളെ ഞങ്ങൾ ഇതിന് വേണ്ടി ഇറങ്ങി തിരിക്കേണ്ട കാര്യമുണ്ടോ, അങ്ങനെ ഒരു ബുദ്ധിമുട്ടാണ് അവർ അനുഭവിക്കുന്നത്. മാനസികമായിട്ട് ഒരു മനുഷ്യൻ ഇത്രയും ടെൻഷൻ അനുഭവിക്കുന്നുണ്ടെന്ന് ഓർക്കുമ്പോൾ നിർത്തിക്കുക. നാളത്തെ പറ്റി ഇനി എന്നതാണ് മുന്നോട്ടുള്ളൊരു വഴി എന്നോർത്താണ്. നാളെ മുതലാളി പറയാം ഞാൻ ഇനി വണ്ടി ഓടുന്നില്ല, ഞാൻ ഇത് നിർത്തുക, എന്നെക്കൊണ്ട് പറ്റുന്നില്ല, എനിക്ക് നഷ്ടമാണ്, ഞാൻ വണ്ടി കയറ്റി ഇടുകയെന്ന് പറയുമ്പോൾ ആ തൊഴിലാളികളുടെ മാനസികാവസ്ഥ ഓർത്ത് നോക്കി അവർ മുന്നോട്ട് പിന്നെ എങ്ങനെ ഒരു കുടുംബം മൊത്തം നോക്കേണ്ട ഒരാളായിരിക്കും ചിലപ്പം അതിലേക്ക് ഇറങ്ങിത്തിരിക്കുന്നത്. സാധാരണക്കാരെ സഹായിക്കുക എന്ന് പറയുന്നത് ഇങ്ങനെയുള്ളവരെയും കൂടെ സഹായിക്കണം, എന്നാലേ അത് മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ. ഒരു പ്രസ്ഥാനം നശിപ്പിച്ച് കളയാൻ എളുപ്പമാണ് അത് നശിപ്പിച്ച് കളയാൻ. അത് ഉയർത്തിക്കൊണ്ട് വരാനെന്നുള്ളതാണ് ഇച്ചിരി ബുദ്ധിമുട്ട്. നമ്മുടെ കേരളത്തിൽ പൊതുവെ നശിപ്പീരാണ് പ്രധാനമായിട്ടുള്ളത്. അതുകൊണ്ട് പിന്നെ നമ്മൾ എത്ര കിടന്ന് പറഞ്ഞാലും ഒരു പ്രയോജനം ഉണ്ടാവും തോന്നുന്നില്ല. എങ്കിലും ആരെങ്കിലും ഒക്കെ കേട്ട് ആർക്കെങ്കിലും ഒക്കെ ഒരു മനസ്സ് തോന്നി, യാത്രക്കാരെങ്കിലും മനസ്സ് തോന്നി ഒന്ന് മാറി ചിന്തിച്ചാൽ ഇവരെ പോലുള്ള സാധാരണക്കാർ ഒന്ന് രക്ഷപ്പെട്ടു പോകും. അവരുടെ ജീവിതമാർഗ്ഗം അവർക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. ജനങ്ങൾ തന്നെ ചിന്തിച്ചാൽ മതി. ഇന്ന് ബസ് കയറാൻ പോകുന്നില്ല, ഒന്നും വേണ്ട, നിങ്ങളൊരു ഇടയ്ക്കൊരു ദിവസം നിങ്ങൾ ബസ്സിൽ പൊക്കോ, ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് യാത്ര ചെയ്യണമെന്ന് അങ്ങനെ തോന്നുകയാണെങ്കിൽ നിങ്ങൾ പൊക്കോ. ഉള്ളവർ, ഇല്ലാത്തവരോടല്ല പറയുന്നത്, ഉള്ളവർ. കാര്യം ഒരുപാട് സർക്കാർ ജോലിക്കാരുണ്ട്, അവർക്കൊക്കെ നല്ല ശമ്പളം ഉള്ളവർ തന്നെയാണ്. അവർക്കൊക്കെ ഇങ്ങനെ ഒരു വണ്ടിയെ പോയതും പറഞ്ഞിട്ട് ഒരു നഷ്ടവും സംഭവിക്കാൻ പോകുന്നുമില്ല. അങ്ങനെയുള്ളവർക്കൊക്കെ നിങ്ങൾ ഇത്രയും കാലം പൊയ്ക്കൊണ്ടിരുന്നതല്ലേ, നിങ്ങൾ ഇത്രയും നാൾ ഇവർ കൊണ്ടുപോയിക്കൊണ്ടിരുന്നതല്ലേ, നാളെ ഒരു ദിവസം ഈ ഒരു ബസ്സൊക്കെ നിന്ന് പോയാൽ നിങ്ങൾ വന്ന് കയറേണ്ടത് ഇവിടെ തന്നെയാണ്. അപ്പോൾ നിങ്ങൾ വന്ന് കയറാൻ തുടങ്ങുമ്പോഴത്തേക്ക് ഇത് ഉണ്ടെങ്കിലല്ലേ നിങ്ങൾക്ക് ഇതേ കയറി പോകാൻ പറ്റുള്ളൂ. ഇല്ലെങ്കിൽ അവിടെ നിൽക്കത്തേ ഉള്ളൂ നിങ്ങൾ. അന്നേരമാണ് ബുദ്ധിമുട്ടാൻ പോകുന്ന ആൾക്കാർ. ഈ പ്രൈവറ്റ് ബസ്സൊക്കെ നിർത്തലാക്കി കഴിയുമ്പോഴത്തേക്കാണ് നിങ്ങൾക്കൊക്കെ അറിയാം ട്രാൻസ്പോർട്ട് ബസ്സിൻ്റെ സിറ്റുവേഷൻ എന്നാന്നുള്ളത് അറിയാം. ഇന്ന് നമ്മൾ നോക്കി നിൽക്കുന്ന ബസ് നാളെ ചിലപ്പോൾ കാണുകയില്ല.
അത് എന്നതേലും കാരണം പറഞ്ഞായിരിക്കും അത് ഒഴിവായി നിൽക്കുന്നത്. അന്നേരമാണ് ജോലിക്ക് പോകാൻ നിങ്ങൾ കയ്യിൽ ഇരട്ടി പൈസ മുടക്കിയായിരിക്കും നിങ്ങൾ പോകേണ്ടി വരുന്നത്. ഒരു വണ്ടി വിളിച്ചൊക്കെ പോകേണ്ടി വന്നതായിരിക്കും നിങ്ങൾ ചിന്തിക്കുന്നത് പ്രൈവറ്റ് ബസ്സിനെ പറ്റി. അതേസമയം ഒരു പ്രൈവറ്റ് ബസ് ഒരിക്കലും അത് ഒരു കാരണമില്ലാതെ ഒരിക്കലും അവരുടെ ട്രിപ്പ് അവർ മുടക്കുകയാണ്. അവരെ കാത്തിരിക്കുന്ന കുറേ ജനങ്ങളുണ്ടെന്ന് അവർക്കറിയാം. അവർ ഈ വണ്ടി നോക്കിയിരിക്കുന്നത്. ഞാൻ എപ്പോഴും ഓർക്കുന്നുണ്ട്, വെളുപ്പിനത്തെ ട്രിപ്പ് ഞങ്ങൾക്കുള്ള സമയത്ത് ഞാൻ ഒരു ചേട്ടനോട് ചോദിച്ചു, ഈ വെളുപ്പിനുള്ള ട്രിപ്പ് പോയില്ല കുഴപ്പമില്ല. അന്നേരം എന്നോട് പറഞ്ഞിട്ട് ഈ ഒരു വണ്ടി നോക്കി നിൽക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ടെന്ന് പറഞ്ഞ ആ സമയത്ത്. അതുകൊണ്ടാണ് പറഞ്ഞത്, ഇതുപോലെ ചിന്തിക്കുന്നവരാണ് എല്ലാ മുതലാളിമാരും, എല്ലാ ഡ്രൈവർമാരും അങ്ങനെ ചിന്തിക്കുന്നവരാണ്. അതൊക്കെ ഒന്ന് മനസ്സിലാക്കുക. ഇപ്പം ഞാൻ ഇതിനകത്ത് ഓരോ കാര്യങ്ങളും കാണിച്ചേക്കുന്നത് ഒരു ബസ്സിൻ്റെ മാത്രമല്ല, പല ബസ്സിലെ ആൾക്കാരുടെ അവസ്ഥകളാണ് അവർ പറയുന്നത്. പല ബസ്സിലെ ആൾക്കാരാണ് പറയുന്നത്, ഓരോ കാര്യങ്ങളും പറയുന്നത്. എല്ലാ മേഖലയിലും എല്ലാ കാര്യത്തിനും ചാർജും കാര്യങ്ങളും ഒക്കെ കൂട്ടി. ഇപ്പോഴും കുട്ടികളുടെ ആ ബസ് ചാർജ് കൂട്ടിയിട്ടേ ഇല്ല. അതങ്ങനെ തന്നെയാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അതിനൊരു മാറ്റം ഒട്ട് വരുത്തതുമില്ല. എന്തെങ്കിലും വന്നു കഴിയുമ്പോൾ അതിന് കൊടി പിടിക്കാം. പക്ഷേ എപ്പോഴും നമ്മൾ മറ്റേ എതിർഭാഗത്ത് നിൽക്കുന്ന ആൾക്കാരെ കൂടി ഒന്ന് ചിന്തിച്ച് നോക്കണം. അവരും ഈ ഒരു ഇതുകൊണ്ടാണ് ജീവിക്കുന്നതെന്ന് ചിന്തിക്കണം. ഒരു മനുഷ്യരും ഒരു പ്രസ്ഥാനവും നഷ്ടത്തിൽ. നമ്മൾ ഏത് കാര്യം തുടങ്ങി, നമ്മളാണെങ്കിൽ തന്നെ ഒരു സാധനം തുടങ്ങി, അത് നമുക്ക് നഷ്ടം മാത്രമേ നമ്മളെ നിർത്തിപ്പോകത്തേ ഉള്ളൂ. അത് തന്നെയാണ് ഇവർക്കും ചെയ്യാൻ പറ്റത്തുള്ളൂ. അല്ലാതെ ഇവർക്ക് പ്രത്യേകിച്ച് മാജിക്കൊന്നും അറിയത്തൊന്നുമില്ല. ഈ പ്രൈവറ്റ് ബസ്സുകാർക്ക് മാജിക്കിലൂടെ ഒന്നും വണ്ടി ഓടിച്ചുകൊണ്ട് പോകാൻ അവർക്കറിയത്തില്ല. എന്നാണെങ്കിലും പൊതുജനങ്ങൾ ഒന്ന് തീരുമാനിച്ചാൽ ഇപ്പോൾ ഈ പോകുന്ന പ്രതിസന്ധിയിൽ നിന്നും ഒന്ന് കൈപിടിച്ച് ഈ പ്രൈവറ്റ് ബസ്സുകാരെ ഉയർത്തിയെണീപ്പിക്കാൻ പറ്റും. ഈ പൊതുജനങ്ങൾ ഒന്ന് ചിന്തിച്ചാൽ അതിലൊരു രാഷ്ട്രീയമോ വേറെ ഒന്നും നിങ്ങൾ ചിന്തിക്കേണ്ട കാര്യമില്ല. ഒന്നും ചിന്തിക്കേണ്ട കാര്യങ്ങളില്ല. ഇതിലേക്കൊന്ന് നിങ്ങളൊന്ന് മനസ്സ് വെച്ചാൽ, ഞങ്ങൾ ഒരാളതിൽ കയറിയാൽ അവർക്കൊരു പ്രയോജനമാകട്ടെ എന്ന് ചിന്തിച്ചാൽ പറ്റും. എന്നാണെങ്കിലും എത്രയും പെട്ടെന്ന് ഇതിന് നല്ലൊരു തീരുമാനം ഉണ്ടാകട്ടെ എന്ന് തന്നെയാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. എത്രയും പെട്ടെന്ന് നമ്മുടെ മുഖ്യമന്ത്രിക്ക് അതിന് നല്ലൊരു തീരുമാനം എടുക്കാൻ പറ്റട്ടെ എന്ന്. കാര്യം ഇവർക്ക് നഷ്ടത്തിലേക്ക് പോകാതെ ഇവരെ ലാഭത്തിലേക്ക് തന്നെ ഇവരുടെ കാര്യങ്ങൾ മുന്നേ. ഇതിപ്പോൾ ഇത് ലാഭത്തിൽ കൊണ്ടുപോകാന്ന് പറഞ്ഞാൽ ഡീസൽ വില കുറയുന്നതോ അല്ലെങ്കിൽ ഇവരുടെ ടാക്സ് അലവ് ചെയ്ത് കൊടുത്താലോ ഒന്നും ഇതിൽ ലാഭത്തിൽ പോകാൻ പോകുന്നില്ല. കാര്യം എന്താണെന്ന് വെച്ചാൽ ഇതിൽ ആൾ കയറിയാലേ ഇതിൽ വരുമാനം ഉണ്ടാവുകയുള്ളൂ. അതേ ഉള്ളൂ. ഇതിൽ ആൾ കയറിയാൽ മാത്രമേ വരുമാനം ഉണ്ടാവുകയുള്ളൂ. അല്ലാതെ ഇപ്പോൾ ടാക്സ് കുറച്ച് കൊടുത്താലോ ഡീസലിന് വില കുറഞ്ഞാലോ ഒന്നും ഇവർക്കൊരു ലാഭം ഉണ്ടാകാൻ പോകുന്നില്ല. ഡീസലിന് വില കുറഞ്ഞെന്ന് പറഞ്ഞാലും 1-2 പേരെ ബസ്സിൽ കയറുന്നുണ്ടെങ്കിൽ അതുകൊണ്ട് ഡീസൽ ഒഴിക്കാൻ തക്കത്തൊന്നുമില്ല. അതിൽ സ്റ്റാഫിന് ശമ്പളം കൊടുക്കണം. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അതിൽ വരുന്നുണ്ട്. ഈ ഒരു പദ്ധതിയിൽ ഒരു ചെറിയ മാറ്റം മനസ്സലിവ് തോന്നി വരുത്തിയാൽ മാത്രമേ ഉള്ളൂ ഈ ബസ് സർവീസ്, ഈ പ്രൈവറ്റ് ബസ് സർവീസ് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റത്തുള്ളൂ. ഒരുപാട് തൊഴിലാളികൾക്ക് അത് വലിയൊരു ഉപകാരമാകുകയും ചെയ്യും. നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് കമൻറ്റിലൂടെ രേഖപ്പെടുത്താം. മറ്റൊരു വീഡിയോയിലൂടെ മറ്റു കാര്യങ്ങളായിട്ട് നമുക്ക് കാണാം.